അഡ്വക്കേറ്റ് ഷാജഹാൻ, എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന സതുദ്ദേശപരമാണ്, മാധ്യമങ്ങൾ അത് വക്രീകരിച്ചു എന്നാണ് ആക്ഷേപം. അല്ല, ഇതിനകത്ത് ഈ ഹസ്കർ പറഞ്ഞ എല്ലാ വാദങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് CPM-ഉം പിണറായി വിജയനും എടുക്കുന്നതാണ് ശരിയായ സമീപനം. ആ സമീപനത്തെ എതിർക്കുന്നവരെല്ലാം വക്രീകരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ തീർത്തും പരമ്പരാഗതവും സങ്കുചിതവുമായിട്ടുള്ള ഒരു ആരോപണമാണ് ഹസ്കർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അത് കേൾക്കുന്നവർക്കത് നല്ലപോലെ മനസ്സിലാവും. ഞാൻ ഓരോ 2-3-4 കാര്യങ്ങൾ പറയാം. ഈ ഹസ്കർ പറഞ്ഞ ഓരോ വാദവും അടിസ്ഥാനരഹിതവും തെറ്റുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിനെ എതിർക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ മലപ്പുറം ജില്ലയിലെ കണക്കുകൾ വെച്ചത്. അത് ADGP അജിത് കുമാർ കൊടുത്ത കണക്കുകളാണ്. 18, 19, 20, 21, 22, 23 മലപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള, മലപ്പുറത്തുനിന്ന് പിടിച്ച കേസുകളുടെ കണക്കുകൾ ആദ്യമായി പൊതുമണ്ഡലത്തിന് മുന്നിൽ വെച്ചത് ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതിനുശേഷം ഹിന്ദു പത്രത്തിൽ ഈ വിവാദം വന്നു. ഈ വിവാദം എപ്പോഴാണ് വന്നത്? 2024 ഒക്ടോബർ 1-ാം തീയതിയാണ് ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഈ വിവാദ പരാമർശമടങ്ങുന്ന ലേഖനം വന്നത്. ആ ലേഖനം വന്ന് 22 മണിക്കൂർ നേരം പിണറായി വിജയൻ യാതൊരു വിവാദവും അതിനകത്തില്ലായിരുന്നു. 22 മണിക്കൂർ മുതൽ 38 മണിക്കൂർ വരെയുള്ള സമയത്താണ് ഇത് പിണറായി വിജയനും വിവാദമായി തോന്നുകയും അയാളുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന് കത്തയക്കുകയും ചെയ്തത്. അതിനുശേഷം ഉണ്ടായ വിവാദത്തെക്കുറിച്ചിട്ടൊക്കെ അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവാണ് ആദ്യമായി മലപ്പുറം ജില്ലയെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന ഈ പ്രസ്താവനയുമായി അയാളുടെ പത്രസമ്മേളനത്തിൽ ആദ്യം രംഗത്ത് വന്നത്. അത് വന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ട്, കക്ഷത്തിലിരുന്നത് പോയി എന്നുള്ളത് കൊണ്ട് ഉത്തരത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകൾ വാങ്ങാനുള്ള ഒരു വൃഥാശ്രമമാണ് അയാൾ നടത്തിയത്. അയാളുടെ കക്ഷത്തിലിരിക്കുന്നതും പോയി ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KT ജലീലിൻ്റെ ഈ പ്രസ്താവനയെ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ തള്ളിക്കളഞ്ഞല്ലോ. KT ജലീലിൻ്റെ ഈ പ്രസ്താവന വന്നത് CPM-ൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലാണ്. അതിലെന്താണ് അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞത് കള്ളക്കടത്ത് നടത്തി പിടിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളാണ് എന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ വേറെ 2-3 കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതും കൂടെ നമ്മളൊന്ന് കേൾക്കണം. അയാൾ പറഞ്ഞത് കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മതനിഷിദ്ധമാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്നില്ല. എത്ര വിസ്ഫോടനകരവും എത്ര കലാപാഹ്വാനത്തിന് ഇടയാക്കുന്നതുമായിട്ടൊരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പറഞ്ഞ അതേ വാദഗതി തന്നെയാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എനിക്ക് അയാൾ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അയാൾ ഇതിനു മുമ്പും ഇതുപോലെ കടുത്ത വർഗീയമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് KT ജലീൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിവിടെ വന്ന് പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. അയാൾ എന്താണ് പറഞ്ഞത്? മുസ്ലിം സമുദായം കള്ളക്കടത്തും ഹവാലയും മതനിഷിദ്ധമായി കരുതുന്നില്ല എന്ന്. അത് അയാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. അത് ഗോവിന്ദൻ മാസ്റ്ററും ഹസ്കറും അത് ഛർദ്ദിക്കുമ്പോഴാണ് എനിക്കിതിനകത്ത് ഇത്തിരി പ്രശ്നം വരുന്നത്. ഇന്നെന്താണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? കള്ളക്കടത്തും ഹവാല ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മുസ്ലിങ്ങൾ കുറ്റകരമായി കാണുന്നില്ല എന്ന്. വളരെ മനോഹരമായിട്ടുണ്ട്. അതിനെ ഉളുപ്പില്ലാതെ വന്ന് ഹസ്കറും ഇവിടെ വന്ന് ഛർദ്ദിച്ച് വെക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുസ്ലിം സമുദായം സ്വർണ്ണക്കള്ളക്കടത്തിനെയും ഹവാല ഇടപാടുകളിനെയും ഒന്നും മതനിഷിദ്ധമായി കാണുന്നില്ല എന്നുള്ള വാദഗതി ഗോവിന്ദനുണ്ട്. അപ്പോൾ ഹസ്കർ പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഹസ്കർ ഒരു സാധാരണ പാർട്ടി മെമ്പർ മാത്രമാണ്. ഹസ്കറിനകത്ത് വലിയ വിലയൊന്നുമില്ല. പക്ഷേ മതനിരപേക്ഷതയിലും മതേതരത്വത്തിലും 24 മണിക്കൂറും ആണയിട്ട് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മുസ്ലിങ്ങൾക്ക് കുറ്റമല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മര്യാദകേടല്ലേ? ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള സമീപനമല്ലേ? ആ മതസമുദായത്തിനെ പൂർണ്ണമായി അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? എന്നിട്ട് അയാളുടെ അടുത്ത വാചകം എന്താ? നമ്മൾ ജലീൽ പറഞ്ഞാൽ അയാളെ തള്ളിക്കളയാൻ അയാൾക്ക് അത്രയും ബോധമുള്ളൂ. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടി മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ആ പാർട്ടിയുടെ
കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് വിളമ്പുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. മുസ്ലിങ്ങൾക്ക് കള്ളക്കടത്തും ഹവാലയൊന്നും കുറ്റമല്ല. ഇതിനെന്ത് വാക്കാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്? എന്നിട്ട് അയാൾ അടുത്തത് എന്താ പറയുന്നറിയാവോ? അയാൾ പറയുകയാണ് ഇത് മതമേലധ്യക്ഷന്മാർ ഇതിനകത്ത് തീരുമാനമെടുക്കുക. പിന്നെ എന്തിനാണ് അയാൾ ആ കസേരക്കരയോട് ഇരിക്കുന്നത്? അയാളുടെ പാർട്ടി വിശ്വസിക്കുന്നത് ഭരണഘടനയിലല്ലേ? അയാളുടെ പാർട്ടി വിശ്വസിക്കുന്നത് ക്രിമിനൽ നിയമങ്ങളിലല്ലേ? അപ്പോൾ ഭരണഘടനയിലും ക്രിമിനൽ നിയമങ്ങളിലും വിശ്വസിക്കുന്ന, മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും 24 മണിക്കൂറും ആണയിടുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ കള്ളക്കടത്ത് നടത്തുന്നവരാണ്, അവർക്കത് കുറ്റമായിട്ട് അയാൾ പറയുകയാണ്. അയാൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് കള്ളക്കടത്തും ഹവാലയൊന്നും കുറ്റമല്ലാന്ന് എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ് അതിൽ മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കുമെന്ന്. അപ്പോൾ അയാളുടെ മുമ്പിൽ പ്രധാനപ്പെട്ടത് എന്താ? അയാളുടെ പാർട്ടി എങ്ങനെയാണ്? ഇപ്പം ഹസ്കർ അത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം ഹസ്കർ ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് വർഗാടിസ്ഥാനത്തിലല്ലേ? അതൊരു ക്ലാസ് ബേസ്ഡ് പാർട്ടിയല്ലേ? അതിന് ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ നിഘണ്ടുവിലും അതിൻ്റെ ഭരണഘടനയിലും എവിടെയാണ് ജാതിയും മതവും? എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു സിറ്റിസൺ, ഒരു പൗരനല്ലേ എം വി ഗോവിന്ദൻ? ആ എം വി ഗോവിന്ദൻ വന്നിട്ട് ഉളുപ്പില്ലാതെ പറയുകയാണ് അത് മതപരമായിട്ടുള്ള മതപണ്ഡിതന്മാരിടപെട്ട് അത് തീർക്കണം. അയാൾ സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഏറ്റവും ആദ്യം ആ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോവുകയാണ് അയാൾ ചെയ്യേണ്ടത്. അയാൾ ജനങ്ങളോട് പറയേണ്ടത് ഭരണഘടനയാണോ ക്രിമിനൽ നിയമങ്ങളാണോ അയാളെ നയിക്കുന്നത്, അതോ മത നേതാക്കന്മാരുടെ ഫത്വയാണ് എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കളിയാണ്. ഇവിടെ ഹസ്കർ എന്താണ് പറഞ്ഞത്? ഹസ്കർ പാവം വന്നിരുന്നിട്ട് പിന്നെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്കറിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചാനലുകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് പിന്നെ സമയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ CPM പിന്നെ AK സെൻ്ററിൽ ആരും വരാത്തതുകൊണ്ട് ഹസ്കർ എല്ലായിടത്തും ഓടി ഇറങ്ങി നടക്കുന്നുണ്ട്. ഹസ്കർ അവിടെ നിന്ന് പറയുകയാണ് എന്താണ്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്ന്. എൻ്റെ പൊന്ന് ഹസ്കറെ, കൈ തൊടാതെ നിവൃത്തിയില്ല. ആ നിലപാട് എന്നാ ഉണ്ടായിരുന്ന അറിയാമോ ഹസ്കറിന്? ആ നിലപാട് EMS ഉം VS ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തിട്ടാണ് 87-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. അതെല്ലാം കുടിച്ചു മൂടപ്പെട്ടു ഹസ്കറെ. ഹസ്കറിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? പിണറായി വിജയൻ ഭരിക്കുന്ന ഈ പാർട്ടിയിൽ ഹസ്കർ വന്നിട്ട് പറയുകയാണ് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഇതുപോലെ വർഗീയതകളെ ഒരുപോലെ എതിർക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്ന ഈ പാർട്ടി CAA വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, മറ്റേ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി, ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പുറകെ പോയി. അങ്ങനെ മുസ്ലിങ്ങളുടെ പുറകെ ഈ ആട്ടുമുട്ടൻ്റെ പുറകെ ചെന്നായി ഇങ്ങനെ നമ്പി നടക്കുന്നത് പോലെ നടന്ന് അവസാനം എല്ലാ മതന്യൂനപക്ഷം പരിപൂർണമായി വിട്ടുപോയി എന്ന് കണ്ടപ്പോൾ സംഘപരിവാരം പറയുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള വർഗീയത പറഞ്ഞ് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് പെട്ടിയിലിടാൻ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്കറിനെ പോലൊരു പാവപ്പെട്ട ആൾ വന്നിരുന്നിട്ട് ജനം ചാനലിലിരുന്ന് പിന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഹസ്കറെ ഞാൻ പറയുന്നത് ഹസ്കറിൻ്റെ മനസാക്ഷിയോട് ഹസ്കർ ഒന്ന് കൈവച്ചിട്ട് ചോദിക്കും. എനിക്ക് ഹസ്കറിനെ കുറിച്ച് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഹസ്കർ CPM കാരനാണെങ്കിൽ എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹസ്കർ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചോദിക്കണം, ഇപ്പോൾ ഉള്ളത് ഇത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്ന സമീപനമാണ് CPM. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇപ്പം കസ്റ്റംസിന് എന്താണ് പണി എന്ന് ഹസ്കർ ചോദിക്കുന്നു. ഹസ്കർ അവിടെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹസ്കർ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. കുറച്ച് സമയം ഇതുപോലെ ചർച്ചകൾക്ക് മുമ്പ് പോകുമ്പോൾ ഉപയോഗിക്കണം. PV അൻവർ എന്ന് പറഞ്ഞ ഒരാൾ കുറേ നാളെ 1-2-3 ആഴ്ചയായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അയാൾ കളങ്കിതരാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ്. പക്ഷേ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കസ്റ്റംസും പോലീസും കൂടെ ചേർന്ന് ഇവിടെ സ്വർണം പൊട്ടിക്കുന്നതും കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്. കസ്റ്റംസുകാർ കരിപ്പൂർ എയർപോർട്ടിൽ ഇരുന്ന് അവരുടെ ടെക്നോളജിയിൽ കൂടെ നോക്കുമ്പോൾ സ്വർണം അതിനകത്ത് കാണും. അവർ മിണ്ടില്ല. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ആ വിവരം പുറത്ത് നിൽക്കുന്ന സുജിത് ദാസിൻ്റെ പോലീസിന് കൊടുക്കും. പോലീസ് അത് പിടിക്കും. പോലീസ് അത് പിടിച്ചിട്ട് പോലീസ് കൊണ്ടുപോയി ഉരുക്കിയിട്ട് പകുതി പോലീസ് അടിച്ചെടുക്കും.
ഇതൊക്കെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യം. എന്താണ് ഹസ്കറിന് അറിയാൻ മേലാതെ വരുന്നത്? പോലീസ് സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആര് സ്വർണം പിടിച്ചാലും അതിൽ 15% ക്യാഷ് റിവാർഡ് ഉള്ളതാണ്. ആ റിവാർഡ് പോലും മേടിക്കാതെ ഈ അടിച്ചു മാറ്റുന്ന സ്വർണത്തിൽ പകുതിയും കൊണ്ട് പോവുകയാണ് കേരള പോലീസ്. നിങ്ങൾ പറഞ്ഞ കേരള പോലീസിൻ്റെ ആളുകൾ. അത് ഉരുക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞൊരു അപ്രൈസർ, ആ ഉരുക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ അപ്രൈസറിൻ്റെ 4 കോടി രൂപയുടെ വീട് പിന്നെ അൻവർ കാണിച്ചു തന്നു. ആ സമയത്തൊന്നും ഹസ്കർ ചിലപ്പോൾ അത് കണ്ടു കാണില്ല. കാരണം ഹസ്കർ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ TV ചാനലിലായിരുന്നിരിക്കാം. പക്ഷേ ഇനിയെങ്കിലും ഒന്നെടുത്ത് നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇതുപോലെ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് കസ്റ്റംസിന് എന്താണ് പണി എന്നൊക്കെ ചോദിക്കേണ്ടി വരും. സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നപ്പോൾ അയാളുടെ സുഹൃത്തുക്കളാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഇരിക്കുന്നത്. അത് സംബന്ധിച്ച് അൻവർ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തോളാം. 188 കേസുകൾ പോലീസ് പിടിച്ചു എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 188 കേസുകൾ. ആ 188, അതായത് ഹസ്കർ പറഞ്ഞ കേരള പോലീസ് പിടിച്ച 188 കേസുകളിലെങ്കിലും ഒരു റീഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാണോ എന്നാണ് PV അൻവർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. പോലീസ് പിടിച്ച, ഇപ്പോൾ ഹസ്കർ പറഞ്ഞ കേരളത്തിലെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസ് പിടിച്ച 188 കേസുകളിലെങ്കിലും, സ്വർണം പിടിച്ച 188 കേസുകളിലെങ്കിലും ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ശരിയായ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാകുമോ എന്നുള്ള അൻവറിൻ്റെ വെല്ലുവിളി വന്നിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കാമാന്നൊരക്ഷരം കേരളത്തിൽ ഇരട്ടച്ചങ്കം മിണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, അവരുടേതായിട്ടുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട്. KT ജലീൽ ഇതുപോലുള്ള വൃത്തികേട് വിടുവായത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അയാളൊരു വിടുവായത്തരം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്കൊരു നിലപാടുമില്ല. അയാൾ ഓരോ ദിവസം രാവും പോലും നിലപാട് മാറും. 4 ദിവസം മുമ്പാണ് അൻവറിന് അനുകൂലമായി പറഞ്ഞത്, ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായി പറയുന്നു. ഇന്നിപ്പം ADGP അജിത് കുമാറിനെതിരായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രാവിലെ നിറം കറുപ്പാണെങ്കിൽ വൈകിട്ട് നിറം ചുവപ്പും പിറ്റേ ദിവസം രാവിലെ വെളുപ്പും പിന്നെ പച്ചയൊക്കെ ആകുന്ന ആളാണ്. അയാൾ അങ്ങനെ ഒന്ന് പറയട്ടെ. പക്ഷേ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ഇതുപോലുള്ള വിടുവായത്തരം പറയുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് സാധാരണ പാർട്ടി അണികളും ജനങ്ങളും വിശ്വസിക്കും എന്ന് മാത്രമേ എനിക്ക് പ്രാഥമികമായി ഹസ്കർ എന്ന് പറയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.